ഹായ് സ്റ്റുഡൻറ്റ്, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു സ്പെസിഫിക് എനർജിയെക്കുറിച്ച് പഠിച്ചു. സ്പെസിഫിക് എനർജി കർവ് പഠിച്ചു, ക്രിട്ടിക്കൽ ഡെപ്ത് പഠിച്ചു, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റിയും പഠിച്ചു. ഇനി നെക്സ്റ്റ് ആണ് ക്രിട്ടിക്കൽ ഫ്ലോ. ക്രിട്ടിക്കൽ ഫ്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്ലോയിൽ എവിടാണോ സ്പെസിഫിക് എനർജി മിനിമം അല്ലെങ്കിൽ ഫ്ലോ കറസ്പോണ്ട് ടു ക്രിട്ടിക്കൽ ഡെപ്ത്, ക്രിട്ടിക്കൽ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്പെസിഫിക് എനർജി മിനിമം ആയിട്ട് വരുന്ന ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്കൽ ഫ്ലോയ്ക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മളത് ഡെറൈവ് ചെയ്യുന്ന ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷനാണ്. വി സി എന്നാണ് അതിനെ പറഞ്ഞത്. വി സി എന്താണ്? ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? √g/h c എന്നാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ ബ്രാക്കറ്റിൽ നിന്ന് വി ഡിവൈഡഡ് ബൈ √g/h എന്ന് പറയാം. g/h c എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും? 1 എന്ന് പറഞ്ഞേക്കാം. ഇതിൻ്റെ അകത്ത് വി സി ഡിവൈഡ് ബൈ √g/h c എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് നമ്പറാണ്. ഫ്രൂട്ട്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ഡിവൈഡ് ബൈ √ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, ഫ്രൂട്ട്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഇനേർഷ്യ ഫോഴ്സ് ഡിവൈഡഡ് ബൈ √ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും വരുന്നത്. ആ ഫ്രൂട്ട് നമ്പറിൻ്റെ വാല്യൂ 1 വരുവാണെങ്കിൽ നമ്മൾ ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന്. ഇനി നമുക്ക് ഈ ഫ്രൂട്ട് നമ്പർ വെച്ച് തന്നെ നമ്മുടെ ഫ്ലോയെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിൻ്റെ ഫ്രൂട്ട് നമ്പറിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്തും കൂടെ വെച്ചാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആണ് സ്ട്രീമിംഗ് ഫ്ലോ ഓർ സബ് ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ട്രാങ്കുലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്തിനെക്കാട്ടിൽ കൂടുതലായിരിക്കും. അപ്പോൾ h ഈസ് ഗ്രേറ്റർ ദാൻ hc ആയിട്ട് വരുന്ന കേസിൽ h ഈസ് ഗ്രേറ്റർ ദാൻ hc വരുവാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഫ്ലോയെ വിളിക്കുന്ന പേരാണ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീമിംഗ് ഫ്ലോ അല്ലെങ്കിൽ ട്രാങ്കുലർ ഫ്ലോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രൂട്ട് നമ്പറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അടുത്ത ഫ്ലോ ആണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോ അല്ലെങ്കിൽ ടൊറൻഷ്യൽ ഫ്ലോ. ഇവിടുത്തെ ഡെപ്ത് ഓഫ് ദ ഫ്ലോ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ ചാനൽ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും ചെറിയതായിരിക്കും. അതായത് h ഈസ് ലെസ് ദാൻ hc ആയിരിക്കും. അങ്ങനെ വരുന്ന ഫ്ലോയാണ് നമ്മൾ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഷൂട്ടിംഗ് ഫ്ലോ അല്ലെങ്കിൽ ടൊറൻഷ്യൽ ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഫ്രൂട്ട് നമ്പറിൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി ഫ്രൂട്ട് നമ്പറിനേക്കാൾ പോലെ തന്നെ കുറച്ച് നമുക്ക് എന്താണ് ഡൈമെൻഷൻലെസ് നമ്പേഴ്സ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് ഗ്രൂപ്പിലിട്ടേക്കാം. അടുത്തതാണ് ആൾട്ടർനേറ്റ് ഡെപ്ത്. ആൾട്ടർനേറ്റ് ഡെപ്ത് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സ്പെസിഫിക് എനർജിയുടെ ആ ഫിഗർ ഒന്ന് എടുക്കണം. എല്ലാവരും ആ ഫിഗർ ഒന്ന് എടുത്ത് നേരത്തെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിപ്പിച്ചേ. ഫിഗറിൻ്റെ അകത്ത് നോക്കിക്കേ, നമുക്ക് ഈ സി എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു നമ്മുടെ ക്രിട്ടിക്കൽ ഡെപ്ത് വന്നിരിക്കുന്നത്. അതായത് ഇവിടുത്തെയാണ് നമുക്ക് സ്പെസിഫിക് എനർജി മിനിമം ആയിട്ട് വരുന്നത്. നമ്മൾ ഈ സി കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് വരുവാണെങ്കിൽ നമുക്ക് 2 വാല്യൂസ് ഓഫ് ഡെപ്ത് ആയിരിക്കും കിട്ടുന്നത്. ഒരു പോയിന്റിൽ തന്നെ ഒരു പോയിന്റ് ഓഫ് സ്പെസിഫിക് എനർജി 2 ഹൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ hc യെക്കാട്ടിലും ചെറുതും ഒരെണ്ണം hc യെക്കാട്ടിലും മിനിമം. ഇങ്ങനെ വരുന്ന ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. എൻ്റെ നോട്ട് എഴുതിക്കോളാം. ഇൻ ദ സ്പെസിഫിക് എനർജി കർവ് the point C corresponds to minimum specific energy and depth of flow at C is called critical depth. For any other value of specific energy, there are 2 depths, one greater than critical depth and other smaller than the critical depth. These two depths for a given specific energy is called alternate depth. അതായത് ഒരു സ്പെസിഫിക് എനർജിക്ക് 2 ഡെപ്ത് വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റ് ഡെപ്ത്. ഇതിൻ്റെ അകത്തെന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഡെപ്ത് വരുന്നത് h1 ഉം h2 ആണ് നമ്മളെ ഫിഗറിൽ കണ്ടത്. അപ്പോൾ എന്താണ്? or the depth corresponding to point G and H are called alternate depth. ഓക്കെ, എല്ലാവർക്കും ആൾട്ടർനേറ്റ് ഡെപ്ത് എന്താണെന്നും ക്രിട്ടിക്കൽ ഫ്ലോ എന്താണെന്നും പിന്നെ സൂപ്പർ ക്രിട്ടിക്കലും സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷനൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് മാക്സിമം ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ എടുക്കും. E = h + v² / 2g എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ അറിയാം. അതിൻ്റെ നമുക്ക് വെലോസിറ്റി v എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എഴുതാം. q / ഏരിയ എന്ന് എഴുതാം. അപ്പം നമുക്ക് ഏരിയയെ നമുക്ക് എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഓഫ് ദ ഫ്ലോ എന്നാണ്. q / b × h എന്ന് എഴുതാം. ആ വാല്യൂ നമുക്ക് എന്താണ്
ഈ ഇക്വേഷൻ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം നമുക്ക് എന്തായിരിക്കും കിട്ടും? E ഈസ് ഈക്വൽ ടു H പ്ലസ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു 1/2g എന്നായിരിക്കും കിട്ടുന്നത്. അതായത് എച്ച് പ്ലസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2g ഇൻറ്റു പി സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. നമ്മൾ ഇനി ക്യൂ സ്ക്വയറിൻ്റെ ടേംസ് നമുക്ക് ഇക്വേഷൻ ക്യൂ സ്ക്വയറിന് എങ്ങനെ ക്യൂ സ്ക്വയർ ഇക്വൽ ടു ഇ മൈനസ് എച്ച് ഇൻറ്റു 2g ബി സ്ക്വയർ ഇൻറ്റു എച്ച്. അപ്പം നമുക്ക് എന്താണ് ക്യൂവിൻ്റെ ഡിസ്ചാർജിനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ക്യൂവിൻ്റെ ടേംസിലാകുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ക്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ മൈനസ് എച്ച് ഇൻറ്റു 2g ബി സ്ക്വയർ എച്ച് സ്ക്വയർ എന്നായിരിക്കും. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ബി ആണ് വരുന്നത്. ബി ബ്രാക്കറ്റിന് പുറത്തോട്ട് വരുമ്പോൾ എന്താ? ബി സ്ക്വയർ റൂട്ടിന് പുറത്തോട്ട് വരുമ്പോൾ ബി ആയിരിക്കും വരുന്നത്. ബി ഇൻറ്റു റൂട്ട് ഓഫ് 2g ഇൻറ്റു ഇ എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് എന്നായിരിക്കും കിട്ടുന്നത്. നമുക്ക് ഇനിയും എന്താണ് മാക്സിമം ഡിസ്ചാർജ് കിട്ടണം. മാക്സിമം ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ ഇവിടുത്തെ വാല്യൂ മാക്സിമം കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് ഇവിടുത്തെ വാല്യൂ ചെറുതായിരിക്കണം. നമുക്ക് ഒരിക്കലും ഒരു ചാനലിൻ്റെ വിഡ്ത്തോ അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടേംസ് ഏതൊക്കെയാണ്? ഇ എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് എന്ന് പറയുന്ന ടേമേ നമുക്ക് എന്താണ് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം മാക്സിമം ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ ഈ വാല്യൂ നമുക്ക് മാക്സിമം കിട്ടണം. അല്ലെങ്കിൽ തന്നെ വേറെ രീതിയിൽ പറയുവാണെങ്കിൽ d/dh ഓഫ് ഇ എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് എന്ന് പറയുന്നത് 0 ആവണം. അപ്പം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2EH മൈനസ് 3H സ്ക്വയർ എന്ന് ഈക്വൽ ടു 0 എന്ന് പറയും. ഇതിൻ്റെ അത് നമ്മൾ ഒരു എച്ചിനെ ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. ബാക്കി കിട്ടുന്നത് 2E മൈനസ് 3H ഈക്വൽ ടു 0. അപ്പം നമുക്ക് എച്ചിന് എങ്ങനെ എഴുതാൻ പറ്റും? 2/3E എന്ന് എഴുതാം. ഇയുടെ ടേംസിൽ എങ്ങനെ ആയിരിക്കും? E ഈസ് ഈക്വൽ ടു 3/2H എന്നും പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടം വരെ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കെന്താണ് നമുക്ക് മനസ്സിലായി സ്പെസിഫിക് എനർജി മിനിമം അതായത് 16.26 എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ കണ്ടുപിടിച്ചും E ഈസ് ഈക്വൽ ടു 3/2hc എന്ന് പറയുന്നത് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതെന്തായിരുന്നു പറഞ്ഞത്? സ്പെസിഫിക് എനർജി ഈസ് മിനിമം വെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2 ടൈംസ് ദ വാല്യൂ ഓഫ് ദ ഡെപ്ത് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്നായിരിക്കും പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് പറയാം E ഈസ് ഈക്വൽ ടു 3/2 ടൈംസ് ദ ഡെപ്ത് ഓഫ് ദ ഫ്ലോ. അപ്പം നമുക്ക് എന്തായിരിക്കും? അതിന് ഒന്നുകൂടെ ഇച്ചിരി മാറ്റി പറയാം. മിനിമം സ്പെസിഫിക് എനർജി കിട്ടണമെങ്കിൽ എച്ച് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്ത് ആയിരിക്കണം. അപ്പം നമുക്ക് മാക്സിമം ഡിസ്ചാർജ് കിട്ടുന്ന ടേംസിൽ എങ്ങനെ വരയ്ക്കും? ദ കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി ഈസ് ദാറ്റ് ഡെപ്ത് ഓഫ് ഫ്ലോ ഷുഡ് ബി ക്രിട്ടിക്കൽ. അതായത് അവിടുത്തെ ഫ്ലോയുടെ ഡെപ്ത് എന്തായിരിക്കണം? ക്രിട്ടിക്കൽ ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻസ്. നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. The specific energy for a 3 meter wide channel is to be 3 kilogram meter per kilogram. What would be the maximum possible discharge? നമ്മുടെ ഈയുടെ ടേംസ് സ്പെസിഫിക് എനർജിയുടെ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ അറിയാം. ബി ഈസ് ഈക്വൽ ടു 3 മീറ്റർ. സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് 3 കിലോഗ്രാം മീറ്റർ പെർ കിലോഗ്രാം. അപ്പം നമുക്ക് ഈ കിലോഗ്രാമും കട്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? മീറ്റർ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു സ്പെസിഫിക് എനർജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ, സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. നമുക്കിനി എന്താണ് ഇവിടെ കണ്ടുപിടിക്കണത്? മാക്സിമം പോസിബിൾ ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കണത്. നമ്മൾ പറഞ്ഞത് മാക്സിമം ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് സ്പെസിഫിക് എനർജി മാക്സിമം ആയിരിക്കണം. സ്പെസിഫിക് എനർജി മാക്സിമം ആണെങ്കിൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിരിക്കണം. അപ്പം നമുക്ക് എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് സിക്ക് ഈക്വൽ ആയിരിക്കും. അത് ഈക്വൽ ടു 2/3E ആയിരിക്കും. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ? 2/3 × 3 ചെയ്യുമ്പോൾ നമുക്ക് 2 മീറ്റർ എന്ന് പറഞ്ഞാൽ കിട്ടും. അപ്പം നമുക്ക് മാക്സിമം ക്യൂ മാക്സ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏരിയ ഇൻറ്റു അതെന്ന് പറയുമ്പോൾ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി. ബി ഇൻറ്റു എച്ച് സി ഇൻറ്റു വി സി എന്ന് പറയും. വി സി നമുക്കറിയാം ക്രിട്ടിക്കൽ വെലോസിറ്റിയാണ്. ക്രിട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ജി ഇൻറ്റു റൂട്ട് ഓഫ് ജി ഇൻറ്റു എച്ച് സി ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ക്യൂ മാക്സ് കണ്ടുപിടിക്കാം. ഇനി അതുപോലെ തന്നെ വേറൊരു പ്രോബ്ലമാണ്. ദ സ്പെസിഫിക് എനർജി ഫോർ എ 5 meter wide rectangular channel is to be 4 Newton per Newton. If the rate of flow of water through the channel is 20 meter cube per second, determine the alternate depths of flow. ഇതാണ് നമ്മൾ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. ഒരു 5 meter wide ഉള്ള ഒരു റെക്ടാങ്കുലർ ചാനലിലെ സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ 4 Newton meter per Newton ആണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 4 meter ആയിരിക്കും. ഇഫ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ ചാനൽ എന്ന് പറയുന്നത് ഡിസ്ചാർജ് എത്രയാണ്? 20 meter cube per second ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ആൾട്ടർനേറ്റ് ഡെപ്ത് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ്? ബിയുടെ വാല്യൂ അറിയാം, ഇയുടെ വാല്യൂ അറിയാം, ക്യൂവിൻ്റെ വാല്യൂ അറിയാം. നമുക്ക് സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഇ ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ 2g. വി എന്താണെന്ന് നമുക്കറിയാം? ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? എച്ചിൻ്റെ ടേംസിൽ നമുക്ക് ഒരെണ്ണം കിട്ടും. അപ്പോൾ ഈ നമുക്ക് അതിൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താണ്? ഇ ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ 2g എന്ന് പറഞ്ഞ് കിട്ടും.
അപ്പോൾ നമുക്ക് എന്താണ് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഈക്വൽ ടു എച്ച് പ്ലസ് ആയിരിക്കും. ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 8/GH² എന്ന് പറയുന്ന ടേംസിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നമുക്കറിയാം സ്പെസിഫിക് എനർജിയുടെ വാല്യൂ 4 ആണെന്നുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 ഈക്വൽ ടു എച്ച് പ്ലസ് 8/9.8 ഇൻറ്റു H² എന്ന് പറയും. നമുക്കെന്താണ് അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു തേർഡ് ഡിഗ്രി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്. ആ തേർഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. അങ്ങനെ നമുക്കപ്പം എച്ചിൻ്റെ വാല്യൂ കിട്ടും. H is equal to 3.93 മീറ്റർ അല്ലെങ്കിൽ 0.48 മീറ്റർ. എല്ലാവർക്കും തേർഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാമെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയത്തില്ലെങ്കിൽ പറയണം. ഓക്കെ, താങ്ക് യു.